ഇപ്പൊ ഈ കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ആന്റി, അതോ? അതെ, ഞാനായിരുന്നു. പിന്നെ എങ്ങനെയാണ് യു കെയിലോട്ട്, അതെന്തായിരുന്നു ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചത്? അത് എൻ്റെ ഒരു ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് എനിക്കറിയില്ല, അതൊരു ഒരു ഒരു അത് എൻ്റെ തെറ്റാണോ അല്ലെങ്കിൽ ഞാനെടുത്ത ഡിസിഷൻ്റെ തെറ്റാണോ എന്നെനിക്കറിയില്ല. അറേഞ്ച്ഡ് മാരേജ്? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ ഹാപ്പിലി താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഒരു 10-12 വർഷം. പക്ഷെ അതിലൊന്നും ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഒരു ഡിവോഴ്സ്, അത് മ്യൂച്വലായിട്ടൊരു ഡിവോഴ്സ് എടുക്കേണ്ടി വന്നു. ഞാൻ ഒരാളെ കല്യാണം കഴിച്ച ആൾ UK യിലായിരുന്നു. അങ്ങനെ ഞാൻ UK യിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു. എന്താ മറ്റേ ബന്ധം പോവാനായിട്ടുള്ള എന്താ കാരണം? നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി തകരാൻ? അതാ ഞാൻ പറഞ്ഞു, അത് എനിക്ക് തന്നെ അറിയില്ല അതെന്തായിരുന്നു അതിൽ വന്ന ഒരു ഫാക്ടർ എന്നത്. പക്ഷെ അത് വളരെയധികം ആ ഒരു പെയിനിൽ നിന്ന് ഞാൻ മോചിതയാകാനും ഒരുപാട് കാലം വേണ്ടി വന്നു. എനിക്ക് തോന്നുന്ന ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഒരു ഫ്രണ്ട് മുഖേന പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി എന്നെ ഒരുപാട് എന്തോ പുള്ളിക്ക് എന്നെ കല്യാണം കഴിക്കണം, അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ഇത് വന്നു. പക്ഷെ ആ ഫോഴ്സ്ഫുൾ വന്നപ്പോഴും എൻ്റെ മനസ്സിൽ എവിടെയോ അത് പതറിപ്പോയി. അപ്പോൾ അങ്ങനെ പോയ ഒരു ഡിവോഴ്സ് ആയിരുന്നു അത്. അങ്ങനെ ചില മനുഷ്യരിപ്പോൾ പല ഡിവോഴ്സുകളും നമുക്ക് വേണം എന്ന് പറഞ്ഞു പോകുന്നതുമുണ്ട്, അല്ലാതെയും എടുക്കുന്ന ഡിവോഴ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ലോകത്താരും ചെയ്യാത്തൊരു കാര്യം, ഞാൻ പുള്ളിക്ക് എൻ്റെ സ്വത്ത് പോലും ഞാനൊന്നും എടുത്തില്ല. ഞാൻ വെറും കൈയോടുകൂടിയാണ് ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നത്. ഈ കുഞ്ഞിനെയും കൊണ്ട്. മോന് അപ്പം ഒരു 9th സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് വിഷമിച്ചു. കാരണം ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിൽ പോകുക എന്ന് പറയുന്ന ഒരു ഈസി അല്ല. അത് ഇപ്പോൾ ചിന്തിച്ചാലും അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ആ പെയിൻ ഒരുപാട് എന്നെ വേട്ടയാടിയിരുന്നു ഞാൻ UK പോകുമ്പോഴും. പിന്നെ അതിൽ നിന്നൊക്കെ കയറി പിന്നെ UK ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നമ്മളത് പൊരുത്തപ്പെടുക എന്ന് പറയുന്നതും വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. ആ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ആൻറ്റിയുടെ കണ്ണ് നിറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളോട് ഇപ്പോഴും വെറുപ്പില്ല എന്നാണ്? ഇല്ല, വെറുപ്പില്ല, സ്നേഹം മാത്രം. പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആളുടെ കല്യാണം കഴിഞ്ഞു? ഇല്ല. ഇല്ല. അപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. ഇനിയൊരു പാച്ചപ്പ് ഉണ്ടാകുമോ അവിടെ? അതെനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കത് തോന്നിയിരുന്നു, ഞാൻ പലപ്പോഴും അതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ അത് സക്സസ്ഫുൾ ആയില്ല. ബട്ട് ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ചെയ്തിരുന്നു ഒരു സമയത്ത്. പക്ഷെ പിന്നെ അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഒതുങ്ങിക്കൂടി. അതെ, കാരണം പ്യൂറസ്റ്റ് ലവ് നമുക്ക് അവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളുടെ കണ്ണ് നിറയില്ലല്ലോ. ഡിവോഴ്സിന് ശേഷം സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല, ഒരു വാക്ക് പോലും പറയില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ എങ്ങനെ എന്നിട്ട് പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞു, അതത്രയും എനിക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് പെയിൻ തന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിവോഴ്സ് എടുക്കുന്നവരോടും എനിക്ക് ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ലൈഫിൽ നിന്ന് വേറൊന്നിലേക്ക് പോവുക എന്ന് പറയുന്ന ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതെ, നമ്മൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും അല്ലേ ചിലപ്പം മറ്റേതിന്റെ ഇത് മനസ്സിലാവുന്നത്. സത്യമാണത്. ദെൻ ഈ UK ബന്ധം അതെന്തായി പിന്നെ? അതൊരു വല്ലാത്ത ട്രാജഡിയായി പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു രീതികളുമൊക്കെ വേറെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം പുള്ളി UK യിലുള്ള ഇവിടുത്തെ മലയാളിയാണെങ്കിലും ഒരുപാട് വർഷക്കാലം UK യിൽ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് വളരെ സെൽഫിഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവാം. അത് പുള്ളിയുടെ നേച്ചറായിരിക്കാം, കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി. പക്ഷെ എന്തുകൊണ്ടോ അത് സക്സസ്ഫുള്ളായില്ല. ബട്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അതും ഒരുപാട് പെയിൻ എടുത്തു. ബട്ട് ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ, ഒന്നിൽ നിന്ന് പോകുമ്പോൾ വേറൊന്ന് ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. പക്ഷെ അതാവില്ല എന്ന് കാണുമ്പോൾ നമ്മളൊരു പോയിന്റിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ എടുത്തൊരു സ്റ്റോപ്പായിരുന്നു. അതിപ്പോൾ എത്ര വർഷം ഉണ്ടായിരുന്നു? അതും ഒരു 12 yearsോളം, 10-12 ലോങ് റിലേഷൻ. അതെ, കാരണം ഞാനത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും എനിക്കത് കൊണ്ടുപോകണം എന്ന ഇതിലെടുത്ത ഒരു റിലേഷനായിരുന്നു. പക്ഷെ അതല്ല, അങ്ങനെയല്ല എന്ന് കണ്ടപ്പോൾ പിന്നെ
അതിങ്ങനെ പീഡനങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പം UK അതൊന്നും പാടില്ല. അപ്പം അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫിസിക്കൽ അബ്യൂസ് ഒക്കെ അതൊക്കെ വന്നപ്പോഴത്തേക്ക് അതെനിക്ക് പ്രശ്നമായി മാറി. ഓക്കെ. അപ്പോൾ പോലീസ് അവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പോലീസ് ഇൻവോൾവ് ആകും. അവിടുത്തെ ലോ വേറെയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. വേറെ ഇനി എന്തെങ്കിലും പ്രോബ്ലംസിലേക്ക് പോകുമോ? അപ്പം അതിനേക്കാളും നല്ലത് ഇങ്ങനെ മാറി പോവുകയല്ലേ നല്ലത്. ഇങ്ങനെയൊക്കെ ഇത്രയും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും പല അറേഞ്ച്ഡ് മാരേജസിലും കണ്ടുവരുന്നത് പെൺകുട്ടികൾ സൂസൈഡ് ഒക്കെ ചെയ്യുന്നത് ഈ ഫിസിക്കൽ അബ്യൂസും ഇവർക്ക് വീട്ടിൽ പോലും പോവാൻ പറ്റാത്ത ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ആൻറ്റി ഇത് എങ്ങനെ സർവൈവ് ചെയ്തു? ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചത് ലൈഫിൽ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആവുക, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ സക്സസ്ഫുൾ ആകും എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ പല പ്രാവശ്യവും ഞാൻ പുറത്ത് നിന്നിട്ടുണ്ട്. അതായത് എവിടെ പോകണം എന്നറിയാതെ, കാരണം ഞാൻ പുള്ളിയുടെ കൂടെ താമസിച്ചിരുന്നതാണ്. അപ്പം അതിനുശേഷം ഞാൻ പുറത്ത് വന്നപ്പോഴും എനിക്ക് പലപ്പോഴും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരുപാട് സമയം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. താമസിക്കാൻ അതെ. അപ്പോഴാണ് ഒരു വളരെ ഇതായിട്ട് വളരെ എന്താണ് അപ്രതീക്ഷിതമായിട്ടൊരു ഫാമിലി എന്നെ അപ്രോച്ച് ചെയ്തും. ഞങ്ങളുടെ ചേർച്ച് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ കൊണ്ടാവാം, അവർക്ക് ആ സിറ്റുവേഷൻസ് മനസ്സിലായത് കൊണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകിച്ച് ഈ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിൽ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വരിക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അല്ല. അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കോമഡേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തായാലും ഇറങ്ങി ഉടനെ തന്നെ ആ ഫാമിലി കൊണ്ടുപോവില്ലല്ലോ. അന്നത്തെ ഒരു നൈറ്റ് ആൻറ്റി എങ്ങനെ സ്പെൻഡ് ചെയ്തു? അതൊക്കെ ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കുക, അപ്പോൾ അവരോട് സംസാരിക്കുക, എവിടെയെങ്കിലും ഉണ്ടോ, അതും നല്ല തണുപ്പാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തരണം ചെയ്തിട്ട് ഓരോരുത്തരടുത്ത് വിളിക്കുക, എവിടെയെങ്കിലും ഇങ്ങനെ റൂംസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിപ്പം ഒരു 12 ഇയേഴ്സ് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, നമുക്കറിയില്ല എവിടെയാണ് പോകേണ്ടത്. കാരണം ഞാനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് വീണ്ടും എന്നെ വേട്ടയാടാൻ തുടങ്ങി. അയ്യോ, ഞാൻ എവിടെയായിരിക്കും താമസിക്കുന്നത്? ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവർ തരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ പോയപ്പോഴാണ് ഇവരെ കാണുകയും ഇവരുമായിട്ട് ഫാമിലിയിൽ ആവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ എടുക്കില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നേരെ പോയി സൂസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അയ്യോ എനിക്കിത് പറ്റുന്നില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല. ഏതൊരു പ്രതിസന്ധിയും നമ്മൾ നേരിടുക, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നതിനെ പറ്റി ചിന്തിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതെ ആൻറ്റി, യു ആർ റിയലി ബോൾഡ്. കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാം. ഒരു എന്താ പറയുക, ബോൾഡ് ലേഡി എന്ന് പറയുന്ന ഒരു വേർഡ് ആൻറ്റിക്ക് കറക്റ്റായിട്ട് ചേരും. ആ ഒരു എന്താ പറയുക, ശരിക്കും ആൻറ്റി ഭയങ്കര ബോൾഡാണ്. അതെ, ഇപ്പം ഞാൻ അത് ലൈഫ് അങ്ങനെ ആക്കി മാറ്റി. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കരിയറും കൊണ്ടുപോകണം, ലൈഫും കൊണ്ടുപോകണം. അത് ഒറ്റയ്ക്ക് ഒരാൾ ലൈഫും പ്ലസ് നമ്മുടെ കരിയറും കൊണ്ടുപോകുക എന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുന്നവർ പറയുവാണ്, റീന, I couldn't even think the hard work you doing in UK because I never ever meet a lady like you. കാരണം അത് അത്രയും ഹാർഡ് വർക്ക് ഞാൻ ഇട്ടു. ജോലിയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരു നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ മോനൊരിത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഒരു നല്ലൊരു നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ അത്രയും കഷ്ടപ്പെട്ടു. ആദ്യത്തെ ബന്ധത്തിൽ നിന്നും രണ്ടാമത്തെ ബന്ധത്തിൽ നിന്നും ഒന്നും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ഒന്നും വാങ്ങിയതുമില്ല, ഉള്ളത് കൊടുക്കുകയും ചെയ്തു അല്ലേ? കറക്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ലോകത്തോട് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുന്ന, എനിക്ക് ഇത് വേണം അത് വേണം, 5 പൈസ എൻ്റെ പൈസ ഞാൻ ഇപ്പം കോർട്ടിൽ ചോദിച്ചാലും അറിയാം, ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആരുടെ കയ്യിൽ നിന്നും. 2 പേരിൽ നിന്നും ഞാൻ നഷ്ടപരിഹാരത്തിന് പോവുകയോ അല്ലെങ്കിൽ ഞാൻ ഉള്ളതും കൂടി അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിന് ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയും കൂടി ഞാൻ ഇത്രയും ഇതുള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തു. കാരണം പുള്ളിയായിട്ട് വിഷമിക്കാൻ പാടില്ല. ഞാൻ എന്തായാലും UK പോവുമല്ലേ, അപ്പം
എനിക്ക് കഷ്ടപ്പെട്ടായാലും ജീവിക്കാമല്ലോ, പക്ഷെ ജീവിതം പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു എത്രയോ ലാക്ക് അങ്ങോട്ട് കൊടുത്തു. അല്ല, ഈ രണ്ടാമത്തെ ബന്ധം ആയതിനു ശേഷമല്ലേ UK പോയത്? അതെ. അപ്പോ ഈ ഒരാളുടെ പ്രസൻസ് കാരണമാണോ നിങ്ങളുടെ ലൈഫിൽ അതെ വന്നത്? അതെ ഓക്കെ. അതെ അതെ. അതപ്പോ എന്താണ് ഇപ്പൊ ആന്റിക്ക് തോന്നുന്നുണ്ടോ അത് ആന്റിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്? 100% ഞാനത് ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം ആ ഉത്തരം കിട്ടാത്തിടത്തോളം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുക, എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട്. ഇപ്പം ഞാൻ സ്ട്രോങ് ആയാൽ മാത്രമേ എൻ്റെ മകൻ സ്ട്രോങ് ആകുള്ളൂ. ഇപ്പം ഞാൻ തളർന്നു പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം എനിക്കൊരു മകനുണ്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണല്ലോ ലേഡീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നത്. അപ്പം അങ്ങനെ സ്ട്രോങ് ആയി ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിൽ ഞാൻ പെർമനൻറ്റ് റെസിഡൻ്റ് എടുത്തു, ബ്രിട്ടീഷ് സിറ്റിസണായി. ഇതൊന്നും ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയ ഒരു വ്യക്തിക്ക് എടുക്കുന്നതും ഫാമിലി ആയിട്ട് പോയി എടുക്കുന്ന സിറ്റിസൺഷിപ്പ് എടുക്കുന്നതും ടോട്ടലി ഡിഫറെൻറ്റ് കാറ്റഗറി. അതെ. അപ്പം ഞാൻ ഒറ്റ ഇതിൽ വന്ന ആളാണ്, ഒരേ വൺ മാൻ ഷോ എന്ന് പറയാം. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ആന്റിക്ക് ഒരു ടൈം മെഷീൻ കിട്ടുകയാണ്, ലൈഫിലോട്ട് തിരിച്ചു പോയിട്ട് ഒരു എന്തെങ്കിലും കുറച്ച് ചെയ്ത കാര്യങ്ങൾ തിരുത്തി ചെയ്യാൻ ഒരു അവസരം കിട്ടിയ ആന്റി എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? അതെനിക്ക് എങ്ങനെ തിരുത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്രൈ ചെയ്തു നൂർജഹാൻ. ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനോട് മാപ്പ് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതായിരിക്കും ആദ്യം ഞാൻ ഫോക്കസ് ചെയ്ത്. എനിക്ക് തോന്നിയത് ലൈഫാണിത്, നമ്മുടെ വിലപ്പെട്ട ഒരു ലൈഫ് പോകുക എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം കൊണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ലൈഫിനോടുള്ളൊരു വിഷമമുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ആണെങ്കിൽ ഞാൻ തിരിച്ചു പോയി മാപ്പ് പറഞ്ഞ പുള്ളിയുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ ഭയങ്കര എനിക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യും. അതായിരിക്കും ഞാൻ ചെയ്യുന്നത്.